അത് ഞാൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനൊരു 10ാം ക്ലാസ്സുകാരനാണ്, വിദ്യാർത്ഥിയാണ്, ആ സ്റ്റുഡന്റ് ആണ്. ആ അപ്പോ ഞാൻ പലപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ വീഡിയോകളെല്ലാം കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഉം, ഓ ഈ അദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉം, അപ്പൊ ഞാനിപ്പോ സ്ഥിരമായിട്ട് മദ്രസ പോയിട്ട് ഉസ്താദ്മാർ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ പാലിച്ചുകൊണ്ട് വരുമ്പോ ഉം, എനിക്കും തോന്നി, എനിക്ക് മനസ്സുണ്ടല്ലോ, ഉം, അതിപ്പോ എന്റെ മനസ്സായിട്ടല്ല എനിക്ക് തോന്നുന്നത്, എല്ലാ ഉസ്താദ്മാരും നിയന്ത്രിക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്ന് വരെ. ഉം, അതായിട്ട് ഇപ്പൊ നിങ്ങളുടെ വീഡിയോയും പിന്നെ മറ്റേ ആരിഫ് ഹുസൈൻ അവരുടെ വീഡിയോകളും കണ്ടിട്ട് എനിക്കിപ്പോ തോന്നി, ഇപ്പൊ എന്റെ വീട്ടുകാർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എന്ത് ഇപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഒരു അല്ല, സാധനം, എന്ത് തോന്നിയെന്നാ പറയണേ? ഇപ്പോ നമ്മളുടെ മനസ്സ് നമുക്ക് അല്ലല്ലോ നിയന്ത്രിക്കാനുള്ളത്. ഇപ്പോ നമ്മളെ മനസ്സ് നമ്മളല്ലേ നിയന്ത്രിക്കേണ്ടത്, പിന്നെ ആരാ? ഇപ്പോ അങ്ങനല്ലല്ലോ ഇസ്ലാം പറയുന്നത്, എല്ലാം ഉണ്ടാക്കിയത് അല്ലാഹുവാണ്, എല്ലാം ഖദറിൽ എഴുതിയിട്ടുണ്ട്, അതിനെ പാലിച്ചിട്ടാണ് നമ്മൾ. അപ്പൊ ആർക്ക് എന്താ പറഞ്ഞുകൂടാത്ത? അത് പഴക്കങ്ങനാണല്ലോ. അതെ. അപ്പോ ഈ സ്വർഗവും നരകവും കളവാണെന്ന് ഒരു ശക്തമായ തെളിവ് എന്താണ്, നിങ്ങൾ പറഞ്ഞു തരുമോ? സ്വർഗവും നരകവും കളവാണ് എന്നുള്ളതിനല്ല തെളിവ് വേണ്ടത്. സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളതിനാണ് തെളിവ് വേണ്ടത്. ഉണ്ട് എന്നതിന് ഇപ്പോ തെളിവ് എനിക്കിപ്പോ അറിയില്ല. ഇപ്പോ ഇസ്ലാം പറയുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയില്ലല്ലോ. എനിക്കറിയില്ല. ആർക്കും അറിയില്ല, ആർക്കും ഇല്ല തെളിവ്. അത് വെറുതെ കഥകളാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഓരോ കഥകൾ പറയുന്നില്ലേ? അതെ. അതേപോലെ ഓരോ കഥ, ഒരുപാട് കഥകളുണ്ട്, പല കഥകളുണ്ട്. മനുഷ്യന്റെ മരണത്തിന് ശേഷം ഉള്ള കാര്യത്തെ കുറിച്ച് നിരവധി കഥകളുണ്ട്. ആ കഥകളിൽ വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിലെ മനുഷ്യര്, അത് വിശ്വസിച്ചിരുന്നവർ അതെല്ലാം ശരിയാണെന്നാണ്, അത് സത്യമാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. അല്ല അല്ലേ? അതിപ്പോ ഇസ്ലാം പറയുന്നതാണല്ലോ എല്ലാവരും സ്വീകരിക്കുന്നത്. കാരണം ജന്മം മുതല് നിങ്ങൾ ഇസ്ലാം മതത്തിലായി, ഇസ്ലാം മതത്തിൽ ജനിച്ച് ഇസ്ലാം പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ മാത്രമല്ല ഇസ്ലാമിന്റെ കഥ വിശ്വസിക്കുന്നത്. അതെ അതെ. വേറെ ഒരു മതത്തിൽ ജനിച്ച് വേറെ ഒരു സംസ്കാരത്തിൽ ജീവിച്ച് വേറെ ഒരു കഥ പഠിപ്പിക്കപ്പെട്ട കുട്ടികൾ ആ കഥയല്ലേ വിശ്വസിക്കുന്നത്. അതെ അതെ, ശരിയാ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാരും ഓരോ ഭാവനയില് ഓരോ കഥകൾ മെനഞ്ഞുണ്ടാക്കും. അങ്ങനത്തെ ഒരു കഥയാണ് ഇസ്ലാമില്. ഹിന്ദുമതത്തിന് അങ്ങനെ വേറെ കഥകളുണ്ട്. ഹിന്ദുമതത്തിന്റെ കഥ ഒരു ഒരു വിശ്വാസധാര അനുസരിച്ചിട്ട് ഒരു പുനർജന്മങ്ങൾ, ഓരോരോ വേറെ വേറെ ജീവികളായിട്ടൊക്കെ പുനർജനിക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിപ്പോ ഇതിലൊന്നും വിശ്വാസമില്ല. ഇപ്പോ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഒരാളൊരു കാര്യം, കഥകൾ പലതും നമ്മൾ കേൾക്കും. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളാകുന്ന സമയത്ത്, നിങ്ങൾ 10ാം ക്ലാസ് ആണെന്ന് പറഞ്ഞു, നിങ്ങൾ ബാലരമയും ബാലഭൂമിയും പൂമ്പാറ്റയും കളിക്കുടുക്കയും മാജിക് പോട്ടും ഒക്കെ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഓരോ കഥകൾ ഉണ്ടാവില്ലേ? ആ കാലത്ത് നമുക്ക് അതൊക്കെ ഭയങ്കര സംഭവല്ലേ. ഇപ്പൊ ചെറിയ പ്രായത്തില് ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് വിളിച്ച മായാവി വരും എന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. ശരിയാണ്. അത് ചെറിയ കുട്ടികളുടെ കഥ. നമ്മൾ അത് കഥയായി പഠിപ്പിക്കുന്നത് കൊണ്ടും അത് കഥയായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് കൊണ്ടും അത് ആ പ്രായത്തിനുള്ള പിന്നെ ഒരു യുക്തിക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടും അതിനെ മറികടക്കുന്ന ഒരു യുക്തി പ്രവർത്തിക്കുമ്പോൾ നമുക്കത് കഥയാന്ന് മനസ്സിലാവും. ശരിയാ. അതേപോലെ തന്നെയാണ് കുറച്ച് വലിയ ആൾക്കാർക്കുള്ള യുക്തിക്ക് വേണ്ടിയിട്ട് വലിയ കഥ ഉണ്ടാക്കിയാൽ ആൾക്കാരത് വിശ്വസിക്കും. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഒരു ഉദാഹരണം പറയാം. നമ്മളെ നാട്ടിലെ ഒരു അമ്പലത്തിന്റെ സൈഡിൽ കൂടെയുള്ള ഒരു ഇടവഴിയില് രാത്രി 12 മണി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാല് അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഒരു നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൂടി പറയാൻ തീരുമാനിച്ചാൽ അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുന്ന ഒരു വിശ്വാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അവര് പേടി ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതേപോലത്തെ ഒരു കഥ മാത്രമാണ് ഇസ്ലാമിലെ സ്വർഗവും നരകവും ഒക്കെ. അല്ലാതെ ഇപ്പൊ ആരെങ്കിലും അവിടെ പോയി അവിടുന്ന് ഡീറ്റെയിൽ പറഞ്ഞു തന്നിട്ടുണ്ടോ? ആര്? മുഹമ്മദ് നബിയോ? പോയി വന്നിട്ട് അതൊക്കെ ഉണ്ടിട്ടോ, അതൊക്കെ ശരിയാണ് കേട്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അത് പിന്നെ അവരെ കാലഘട്ടത്തില് അവർ പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ വിശ്വസിച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ.
അതപ്പോ നിങ്ങൾക്ക് അപ്പോ വേണമെങ്കിൽ വിശ്വസിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കണ്ട. അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് കഥയായിട്ട് തന്നെ അവിടെ കിടക്കും. അപ്പോൾ ഈ സത്യം ഏതാണ് കളവ് ഏതാണ് എങ്ങനെയാ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്? ശരിക്കും സത്യമല്ലാത്ത എല്ലാം കളവന്നെ. കളവായിട്ട് പറയണ എല്ലാം കളവന്നെ. ഒരു തെളിവും ഇല്ലാതെ വെറുതെ കെട്ടുകഥകളായിട്ട് പറയുന്ന എല്ലാം കളവല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴല്ലോ എനിക്കൊരു പേടി തോന്നും. ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് ശരിയാണോ? ഇപ്പൊ നരകം, ഇപ്പൊ വിശ്വസിക്കാത്തവരെല്ലാം നരകത്തിൽ പോകുന്നു എന്നാണല്ലോ പറയുന്നത്. ആ, അപ്പൊ എനിക്കൊരു പേടി തോന്നുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് വിശ്വസിച്ചവരെല്ലാവരും ശരിയാണോ? നേരെ സ്വർഗത്തിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതങ്ങനെയാണല്ലോ. ഇപ്പൊ എത്ര കുറ്റം ചെയ്താലും ഷഹാദത്ത് കലിമ ചൊല്ലിയാലും സ്വർഗത്തിൽ പോകുന്നല്ലേ? അപ്പൊ അതെന്ത് നീതിയാണ്? അത് ഈ തന്നെ പരലോകം കൊണ്ട് ഞാനിപ്പോ ആകെ പ്രതീക്ഷിക്കുന്നത് നീതി നടപ്പിലാക്കുന്നല്ലേ. നീതി നടപ്പാനില്ല. എന്റെ പേര് തന്നെ ആദിലിന്. അപ്പൊ ആദിലിന്റെ അർത്ഥം നീതി നടപ്പാക്കുന്നവൻ. അതൊരു ഇസ്ലാമിക ഒരു പേര് തന്നതാ. ഏടുണ്ട് നീതി? ഉം. അല്ല, അതെന്ത് നീതിയാണ്? അതായത് ഇപ്പൊ എന്ത് വൃത്തികേട് കാണിച്ചു ഷഹാദത്ത് കലിമ മാത്രം ചൊല്ലിയാ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിൽ എന്തോ പിഴവുണ്ടെന്ന് എനിക്കുണ്ട്. അങ്ങനെയൊക്കെ ഒരു ദൈവം പറയോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോളി, നിങ്ങള് എന്നെ മാത്രം ആരാധിച്ചാൽ മതി, ഞങ്ങളെ സ്വർഗത്തിലാക്കാം, ബാക്കി നിങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ലാന്ന് പറയോ? ബാക്കി ആള് എത്ര നന്മ ചെയ്താലും പിന്നത് പരിഗണിക്കില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്നെ മാത്രം ആരാധിച്ചോളിയും, ബാക്കി എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോളി, നിങ്ങളോട്ട് വരും, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് നീതിമാനായ ഒരു പടച്ചോൻ പറയോന്ന്? പറയില്ല. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞത് വിശ്വസിച്ചാ സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞ എങ്ങനെ? ഒരു പ്രശ്നമാണല്ലോ. അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എന്തൊക്കെ ഖുറാനിലുള്ള വചനാണ്, സൂറത്ത് നൂറിലുണ്ട്, നിങ്ങൾ എന്ത് സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ഇന്നെ വിശ്വസിച്ചില്ലെങ്കിൽ അതിനൊന്നും പ്രതിഫലം തരൂലാന്ന്. അതും നീതികേടല്ലേ? സൂറത്ത് നൂറിലുണ്ട്. സൂറത്ത് നൂർ. ശരി. സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങളുടെ ഉപമ. അവരെന്ത് സൽക്കർമ്മം പ്രവർത്തിച്ചാലും അതിനൊന്നും സ്വീകരിക്കപ്പെടൂല എന്നല്ലേ ഇസ്ലാമിന്റെ വിശ്വാസം. അതൊക്കെ എന്തോ ഒരു വശപ്പശകല്ലേ. കാരണം ആളുകളുടെ പ്രവർത്തനത്തിനല്ലേ ഫലം വേണ്ട, അല്ലാതെ ആളുടെ മനസ്സിൽ എന്ത് വിചാരിച്ചു എന്നുള്ളതിനല്ലല്ലോ. ശരിയാ. അപ്പൊ നിങ്ങൾ പഠിക്കേ, നിങ്ങൾ ഇനിയും കുറച്ചുകൂടി പഠിച്ചു പോകുമ്പോ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ മനസ്സിലാവും. ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ ഒരു മനുഷ്യന്റെ ആഗ്രഹപ്പുറത്തുണ്ടാക്കി എഴുതിയ നിയമങ്ങളും കഥകളും മാത്രാണ്. ഒരു മിനിറ്റ്. അങ്ങനെ ഒരു കഥയാണെന്ന് പറയാം. ആ കഥയാണ് നിങ്ങളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ 10 കൊല്ലമായിട്ട് നിങ്ങൾ ഈ കഥ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ മുമ്പ് ഇതൊക്കെ കഥയായിട്ടല്ല പഠിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് റിവാർഡ് ഉണ്ട്, നിങ്ങൾക്ക് സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ റിവാർഡ് തരാന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ നരകത്തിലിട്ട് പൊരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ പേടി തലയിൽ കയറിയ ഭയങ്കര പ്രശ്നമാണേ. അങ്ങനെയാണ് ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഈ ചെറിയ കുട്ടികളെ കൊണ്ടുപോയി 5 വയസ്സും 4 വയസ്സും ഒക്കെ ഉള്ള സമയത്ത്, നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് മദ്രസ പോകാൻ തുടങ്ങിയത്? ഞാനൊരു 6 വയസ്സാകുമ്പോ. 6 വയസ്സാകുമ്പോ. ഇപ്പൊ നോക്ക്, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ 3.5 വയസ്സ് മുതൽ എന്താണ് മദ്രസകളുണ്ട്. 3.5 വയസ്സിലൊക്കെയാണ് കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത്. ഈ പ്രായത്തിൽ നരകം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാൽ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ ഈ കുട്ടികളുടെ എക്സിബിഷൻ, ഇസ്ലാമിക് മദ്രസ കുട്ടികളുടെ എക്സിബിഷനില് ഖബറില് ഡെഡ് ബോഡി വെക്കുന്നതും അതിൽ പുഴുക്കൾ വരുന്നതും തിന്നണതും അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള എക്സിബിഷൻ കണ്ടിട്ടില്ല നിങ്ങള്? അത് പിന്നെ വൈറലെല്ലാം ആയിട്ടുണ്ടേ അങ്ങനത്തെ സാധനം. അങ്ങനത്തെ സംഗതി. ഈ 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളെ ഇതൊക്കെ കാണിച്ച് പേടിപ്പിച്ച് അങ്ങനെ പേടിയുടെ പുറത്ത് എന്ത് കഥ പറഞ്ഞ് പേടിപ്പിച്ചാലും പേടിക്കുവേ. ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന പേടി ആളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വരെ പ്രതിഫലിക്കൂലേ? അങ്ങനെ പേടിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും ഉള്ള പഠിച്ചവനാണെങ്കിൽ ചെറിയ കുട്ടികളെന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട എന്നല്ലേ പഠിച്ചവൻ പറയാം. 5 വയസ്സ് മുതൽ 7 വയസ്സ് മുതൽ പറയണം നിസ്കരിക്കാന്, 10 വയസ്സായിട്ടും അതനുസരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നൊക്കെയാ പറയണത്. ഈ നിസ്കാരത്തിൽ ചൊല്ലുന്നതും പറയുന്നതും എന്താണെന്നോ എന്തിനാണെന്നോ ഒന്നും തിരിച്ചറിവില്ലാത്ത പ്രായത്തിലല്ലേ ഇതൊക്കെ ശീലിപ്പിക്കുന്നത്. എന്തിനാത്?
അത് നമ്മളുടെ വിവേക ബുദ്ധിക്ക് അപ്പുറത്ത്, വിവേക ബുദ്ധിയുടെയും അപ്പുറത്ത്, അതിനെയും മറികടന്ന് ഇത് ആളുടെ പിന്നെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ, ഒരു ശീലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചു കൊടുത്ത് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഓ അങ്ങനെയാണല്ലോ എല്ലാം ചെയ്യണത്. ഇപ്പൊ ചേലാകർമ്മവും അതാ പറഞ്ഞെ. നിസ്കരിക്കാന് 10 വയസ്സിലടിച്ച് നിർബന്ധിപ്പിക്കുന്നതും പല ആൾക്കാരെ അതൊക്കെ തെറ്റല്ലേ? അതൊക്കെ ചെറിയ കുട്ടികളെ കണ്ടീഷൻ ചെയ്യല്ലേ അത്? അതെ, അതല്ലോ നമ്മള് ഒന്നും അറിയാത്ത വയസ്സിൽ ചെയ്യുന്ന ഓരോ തട്ടിപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, അതാണ്, അങ്ങനെയാണ് മതം നിൽക്കുന്നത്, അങ്ങനെയാണ് മതം പഠിപ്പിക്കുന്നത്, അതങ്ങനെയാണ് മതം നിലനിർത്തുന്നത്. മതത്തിന്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ പ്രസവിച്ച ഉടനെയൊക്കെ ചെയ്യുന്നവരാണ്. പ്രസവിച്ച് 7 ദിവസം ആവുമ്പോഴോ 3 ദിവസം ആവുമ്പോഴോ അതൊക്കെ കുട്ടികളെ സുന്നത്ത് കഴിക്കുന്നത്. ആ കുട്ടി ആ കുട്ടിയുടെ ആ കുട്ടികളെ തീരുമാനിക്കണ്ട ആ കുട്ടിക്ക് അവിടെ തൊലി വേണോ വേണ്ടെന്നുള്ളത്. ഇപ്പൊ അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എന്തായാലും സമാധാനമായിട്ട് ഇരിക്കും. ഇനിയും സമയമുണ്ടല്ലോ. നമ്മള് യുക്തി പണയം വെക്കാതിരിക്കുക, ബുദ്ധി പണയം വെക്കാതിരിക്കുക. എന്ത് പുസ്തകം വായിക്കുമ്പോഴും നമ്മളെ ബുദ്ധി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മളുടെ യുക്തി അവിടെ അപ്ലൈ ചെയ്യുക. നമ്മൾ ചിന്തകൾ ഓഫ് ചെയ്ത് വെക്കാതിരിക്കുക. ചില മൂല്യന്മാര്, പല ഡോക്ടർമാരൊക്കെ പറയും നിങ്ങള് കോമൺ സെൻസ് ഓഫ് ആക്കി വെക്കണം എന്നൊക്കെ പറയും, ഈമാൻ രക്ഷപ്പെടുത്താനേ. അങ്ങനെയൊന്നും ചെയ്യരുത്. കോമൺ സെൻസ് ഒക്കെ എപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട ഒരു സെൻസാണ്. നമ്മളെ എല്ലാ സെൻസും വർക്ക് ചെയ്യണം. ചിന്തയും ബുദ്ധിയും ഒക്കെ ഉണ്ടാവണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തിന്, എങ്ങനെ, ഇതിന്റെ കാര്യകാരണ സഹിതം നമുക്ക് ബോധ്യം ഉണ്ടാവണം. ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഒരു യാന്ത്രികമായിട്ട് ചെയ്താല് അത് നമ്മളെ ശീലമായി മാറും. അല്ലാതെ അത് എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ അതിന്റെ പ്രയോജനം എന്താണെന്നോ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഈ പിന്നെ എന്താ പറയാ മതവും അതിന്റെ ആരാധനയും വിശ്വാസവും ഒക്കെ മനുഷ്യരിൽ നിലനിന്ന് പോരുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ചിന്തിക്കാൻ. അങ്ങനെ തന്നെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ബോധ്യങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മളെ സംശയങ്ങളിലും വിശ്വാസങ്ങളിലും അല്ല. വിശ്വാസങ്ങളിൽ ഉണ്ടാവുന്ന സംശയങ്ങളിലും അല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മള് നല്ല ഉത്തമമായ ബോധ്യത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മളെ തീരുമാനങ്ങളൊക്കെ നമ്മളെ ബോധപൂർവ്വം എടുക്കുന്ന തീരുമാനങ്ങളെ തെറ്റും ശരിയൊക്കെ നമ്മൾ വിവേകത്തിലാണ് തിരിച്ചറിയുന്നത്. ആ വിവേകം വർക്ക് ചെയ്യണം. അതിന് നമ്മൾ കോമൺ സെൻസ് ഓഫ് ചെയ്യാതിരിക്കുക. വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക. വായിക്കുക, നന്നായിട്ട് വായിക്കുക. ഇസ്ലാമിന് പുറത്തും ലോകമുണ്ട്. ഇസ്ലാമിക കിതാബിന് പുറത്തും ലോകമുണ്ടല്ലോ. മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് ലോകത്ത്. അപ്പൊ എല്ലാത്തിലേക്കും പടരുന്ന വായനകൾ ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാത്തിനും സമാധാനം ഉണ്ടാവും. ചെറിയ പ്രായമല്ലേ, സമയമുണ്ട്. ഒന്നിനും ധൃതി കൂട്ടണ്ട. ശരി, ഓക്കെ, ശരി.